കുമ്പള ടോൾ പോലീസ് രാജ് ട്രോൾ സാമഗ്രി കാറിലേക്ക് വീണത് ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ചു. ഞാൻ കേരള പോലീസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്തൊരു ശുഷ്കാന്തിയാണ് നിങ്ങൾക്ക് ഇമാതിരി കാര്യങ്ങൾക്കല്ലേ? ആരാധകരെ കണ്ട കോപ്പറേറ്റീവ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് എല്ലാ കേസിലും നിങ്ങൾക്ക് ഈ ഒരു ശുഷ്കാന്തി കാണുന്നില്ലല്ലോ. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഇങ്ങനെ ഒരു കൊലപ്പുള്ളിനെ പോലും നിങ്ങളതിനെ കൊണ്ടുപോകാറില്ലല്ലോ. അതല്ലാത്ത പക്ഷം ഇങ്ങനെ കയ്യേറ്റം ചെയ്യാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ആരാണ് തന്നത്? നിങ്ങൾ ഈ കേരള പോലീസിനോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കുറെ നന്മയോളികൾ ചമഞ്ഞിട്ട് ഭയങ്കര നന്മ റീൽസ് ഒക്കെ കാണാറുണ്ടല്ലോ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇതും നിങ്ങളൊന്ന് റീൽസ് ഇടണേ. നിങ്ങളെ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞങ്ങളുടെ ഗുണ്ടായിസം നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പിന്നെ റീലായിട്ട് ഉള്ള ലോകത്തിന്റെ ബിജിഎം വേണ്ട, കുറച്ച് മാസ് ബിജിഎം ഇട്ടിട്ട് ടരടാ ഇട്ടിട്ട് ഇതൊന്ന് നിങ്ങൾ പേജിൽ പോസ്റ്റ് ചെയ്യും. ജനങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഈ മാതിരി ഗുണ്ടായിസം എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ രണ്ടാമത്തെ കാര്യം, അവിടെ ടോള് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടെ ടോള് വാങ്ങുന്നത്? അതൊരു തെറ്റാണോ ആശാനെ? പുല്ലിന്റെ വില പോലും ഇവിടുത്തെ നിയമത്തിനില്ല എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടിയുള്ളത്. കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം, എന്തായിരിക്കും കാരണം? കുമ്പള സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാരായിരിക്കണം മിക്കവാറും അതിലുണ്ടായിട്ടുള്ളത്. നിങ്ങൾ പൊതുവെ എവിടെ പ്രശ്നം കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാരുടെ മുകളിലല്ലേ കേസ് എടുക്കുന്നത്? നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതുപോലെ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പാകത്തിനുള്ള പിന്നെ പോലീസുകാർക്ക് എഗെയിൻസ്റ്റ് ഒക്കെ കേസ് കൊടുക്കണം. സംസാരിക്കണം, തന്നെ പോലെ മറ്റുള്ളവരെയും കാണാൻ. നിങ്ങൾ അവിടെ സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ടോ ആരും കണ്ടു? ആരും കണ്ടിട്ടില്ല. സ്ത്രീകൾ ആ കാറിൽ സഞ്ചരിച്ച സ്ത്രീകളാണ് പറയുന്നത്. നിങ്ങൾ ഇവരെ ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. എക്സാം ഒക്കെ എഴുതി എല്ലാം ടെസ്റ്റ് ഒക്കെ പാസ്സായി പോലീസായവർ തന്നെയാണോ? അതല്ല ഉദ്ദേശം, അല്ല വല്ല ഗുണ്ടാ ടീമെന്നും വല്ല പൈസേന്റെയോ വേറെന്തെങ്കിലും പിന്നെ ഇതിന്റെ പേരിൽ പോലീസായ ടീംസ് ആണോ? കുലത്തൊഴിൽ ഇയാൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അല്ല ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നുണ്ടോ ചോദിച്ചതാണ്. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്?